ഹായ് ചങ്കുകളെ, മോനും അപ്പനും വ്ളോഗ്സ്. ഇന്ന് യാത്ര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസായ വയനാട്ടിലേക്കായിരുന്നു. രാത്രിയായിരുന്നു ഞങ്ങളുടെ യാത്ര. രാത്രി യാത്ര ഇരുവശവുമുള്ള ഭംഗിയേറിയ കാഴ്ചകൾ കണ്ടാണ് ഞങ്ങൾ വയനാട്ടിലെ പന്തിപ്പൊയിൽ എന്ന വനത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. അവിടെ ഹട്ടിൻ്റെ രീതിയിലുള്ള ആധുനിക മോഡലിൽ ചെയ്തു തീർത്തിരിക്കുന്ന താമസ സൗകര്യമൊരുക്കിയിട്ടുള്ള ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വന്ന് താമസിക്കാറുണ്ട്. കാരണം അവിടെ ആ ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നെങ്കിൽ തന്നെ ധാരാളം കാഴ്ചകൾ, പ്രകൃതി രമണീയമായ കാഴ്ചകൾ. കാരണം ആകാശവും നമ്മുടെ വനവും കുന്നുകളും മഞ്ഞുമെല്ലാം ഒത്തിണങ്ങി ഒരുമിച്ച് ആ പ്രകൃതി സൗന്ദര്യം നുകരുവാനായി നമുക്ക് വയനാട്ടിലേക്ക് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ക്വാർട്ടേഴ്സിൽ നിന്ന് കഴിഞ്ഞാൽ ലോങ് വ്യൂ, വളരെ പ്രകൃതി രമണീയവും സന്തോഷവും നിറഞ്ഞ ആ കാഴ്ച കണ്ടിട്ടാണ് ഞങ്ങൾ. അതിനടുത്തായി പന്തിപ്പൊയിൽ എന്നൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന പുഴകളും ഒക്കെ കണ്ടിരുന്നു. അവിടെ ധാരാളം സ്ഥലവാസികൾ ഇറങ്ങി കുളിക്കുകയും മീൻ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് പ്രത്യേകമായി കാണുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലെ പ്രശസ്തമായ KSCBയുടെ ബാണാസുര ഡാം കാണുവാനായി പോയി. ബാണാസുര ഡാം എന്ന് പറയുമ്പോൾ അത് കാലങ്ങൾക്ക് മുമ്പേ മണ്ണുകൊണ്ട് മനുഷ്യനിർമ്മിതമായ ഡാമാണ്. ആ ഡാമിലേക്ക് ധാരാളം സഞ്ചാരികൾ ഒഴുകിയെത്തുന്നുണ്ട്. കാരണം നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ധാരാളം കൽപ്പടവുകൾ കയറിയാണ് നമ്മൾ ആ ഡാമിൻ്റെ മുകളിലെത്തുന്നത്. ഏതാണ്ട് 250 കൽപ്പടവുകൾ കയറണമെന്ന് തോന്നുന്നു. കയറിക്കഴിഞ്ഞാൽ അതിമനോഹര വിശാലമായ കാഴ്ചയാണ് ഡാമിൻ്റെ ആ ഉൾഭാഗം. ബോട്ട് റേസ് ഉണ്ട്. അതുപോലെ തന്നെ KSCBയുടെ തന്നെ പ്ലേസിൽ മനോഹരമായ രീതിയിൽ ഇരിപ്പിടങ്ങളും സഞ്ചാരികൾക്ക് ഊഞ്ഞാലാടുവാനായി ധാരാളം ഊഞ്ഞാലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കുവാനായി ചെറിയ കളിസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്കതൊരു വനം. അതുപോലെ തന്നെ റോപ്പ് റൈഡ് അവിടെ ഉണ്ടായിരുന്നു. കച്ചവടക്കാരെ കാണാമായിരുന്നു. ബാണാസുര ഡാമിൻ്റെ അടുത്തായി ചാറുകളും അതുപോലെ തന്നെ ധാരാളം സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്ന. അതുപോലെ സ്പിൽവേയിലെ വെള്ളം അഭിനി നദിയിലാണ് എത്തിച്ചേരുന്നത് ബാണാസുര ഡാമിൻ്റെ. അങ്ങനെ ഞങ്ങൾ തിരികെ ഏതാണ്ട് 9 ഹെയർ പിന്നുകൾ ഇറങ്ങിയാണ് തിരികെ എത്തിയത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.